ഹലോ ഓൾ, നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്തത് റൈറ്റ് സൈഡിൽ നിന്നിട്ടാണ്, അല്ല ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ടാണ്. അപ്പം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഭയങ്കരമായിട്ട് കുറേ സാധനങ്ങളൊക്കെ വന്ന് മെസ്സിയായിട്ട് കിടക്കുവാണ്. അപ്പം ഇന്നത്തെ പ്ലാൻ ഞാൻ പറയണ്ടല്ലോ, ഡെസ്ക് മേക്ക് ഓവറാണ്. ഈ ഒരു സാധനത്തിന് ആദ്യം തന്നെ ഞാൻ മാറ്റിയ ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത്. പിന്നെ താഴത്തൊക്കെ ആ ഒരു അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്, അമ്മ പണ്ട് ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അമ്മ ഓർഡർ ചെയ്തൊരു സംഭവമായിരുന്നു ഇത്. ഒരു വൈറ്റ് കളറിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാനത് ചൂസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഈ ചുളിവ് കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് മാറ്റാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു തേപ്പോട്ട് കൊണ്ടുവരാൻ തേച്ചു നോക്കി. പക്ഷേ ഒന്നും നടന്നില്ല. അടുത്തൊരു സാധനം എടുത്തു. അതും അമ്മ തന്നെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ആദ്യത്തെ ആയിരുന്നു പ്യുവർ വൈറ്റ്. എനിക്ക് രണ്ടാമത്തെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല രണ്ടാമത്തേനും അതിനേക്കാളും നല്ല ചുളിവുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ അങ്ങോട്ട് തിരിച്ചിട്ട് നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ ഞാൻ ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു. പോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങി. പെന്നും ഹൈലൈറ്റേഴ്സൊക്കെ ഞാൻ വേറൊരു സാധനത്തിലോട്ട് ഇട്ട് വെച്ചു. ഈ ഒരു ഇറേസറും ഗ്ലൂ ആണെങ്കിൽ എത്ര നോക്കിയിട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല, താഴെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനത്തിലെ പെന്നും പെൻസിലൊക്കെ എടുത്ത് അങ്ങോട്ടിട്ടു. ഞാൻ പണ്ട് കൊളാക്കി വെച്ചൊരു ബോക്സായിരുന്നു. ആ ബോക്സിലെ സാധനങ്ങളും കൂടെ അതിൻ്റെ അകത്തോട്ട് ഞാൻ കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കളേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നേച്ചർ ഫീലിംഗ് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാന്റ് കൂടെ അരികിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജനലൂടെ തുറന്നപ്പോഴോ ആ ഒരു ഭാഗം നല്ല നേച്ചർഫുള്ളായി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു തരണതിന് മുമ്പേ മേക്ക് ഓവർ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.